ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമ്മൾ മുട്ട വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളിത് ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ബസ്മതി അരിയാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരിയിലേക്ക് വെള്ളമൊഴിച്ചൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അരി നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അരി കുതിരാൻ വെച്ചിട്ട് 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരിയിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലുള്ള അരിപ്പ പാത്രത്തിലേക്ക് അരിച്ച് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കത്തി കൊണ്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഇതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയുടെ പുറത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പുപൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കൈകൊണ്ടൊന്ന് മുട്ടയുടെ എല്ലാ സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മുട്ടയുടെ പുറമെല്ലാം ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വറുത്തെടുക്കണം. ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് വെള്ളം ഇട്ട് കൊടുക്കണം. കൂടുതൽ സമയം എന്നിട്ട് വറുക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് വറുത്താൽ മതി. ഇപ്പോൾ മുട്ടയുടെ പുറകിലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കൈ കൊണ്ട് വിടർത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. സവാള കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓൾ സ്പൈസസ് ഇട്ട് പൊട്ടിക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ചെറിയ കഷ്ണം പട്ട, 5 ഏലക്ക, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 6 ഗ്രാമ്പ്, ഒരു ബേ ലീവ്സ്. ഈ സ്പൈസസ് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സ്പൈസസ് എല്ലാം പൊട്ടിയിട്ട് നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയിലൊന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതിട്ട് കൊടുക്കാം. വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒരു 3 പച്ചമുളക് നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് വരണം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് തൈര് ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി 2 തക്കാളി ചേർത്തിട്ടുള്ളതാണ്. ഈ തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തൈരും മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സായി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ മിൻറ്റ് ലീവ്സും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ മസാലയിലെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരിയിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 2.25 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ 1.5 കപ്പ് അരിക്ക് ഇവിടെ 2.25 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള കയ്യിലെടുത്ത് ഇതുപോലെ വിതറി കൊടുക്കണം. കുറച്ച് സവാള നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ബാക്കി സവാള ഇതുപോലെ വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കിയിട്ട് കൊടുക്കാം. മുട്ട വറുത്തപ്പോൾ ബാക്കി വന്ന മസാലയും ബാക്കിയുള്ള എണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി തൂവി കൊടുക്കണം. ഇനി കുക്കർ മൂടി ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം സ്റ്റൗ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ആദ്യത്തെ ഒരു വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കുക്കറിൻ്റെ സ്റ്റീം പോകാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ബിരിയാണി നല്ല പാകമായി വന്നിട്ടുണ്ട്. ബിരിയാണി മിക്സ് ചെയ്തതിന് മുൻപായിട്ട് ബിരിയാണിയുടെ മുകളിലുള്ള മുട്ടയെല്ലാം നമുക്കൊരു സ്പൂൺ കൊണ്ട് പതുക്കെ കോരി മാറ്റണം. ചൂടോടുകൂടി നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. മുട്ടയെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ബിരിയാണി ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അരിയൊന്നും ഒട്ടും വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ചൂടോടെ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസിയും നല്ല ടേസ്റ്റിയുമായ നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.